മന്ത്രി കെ തുളസിയുടെ ഡ്രൈവറായി ഡിവൈഎഫ്ഐ പ്രവർത്തകനെ നിയമിച്ചതിൽ യൂത്ത് കോൺഗ്രസിന് അതൃപ്തി. കഴിഞ്ഞ ദിവസം മുതൽ വാർത്ത ഇങ്ങനെ വരുന്നുണ്ട്. നിയമനത്തിനെതിരെയും KPCCക്കും AICCക്കും പരാതി നൽകാനുള്ള നീക്കം നടക്കുന്നു. പാർട്ടിയിൽ നിന്ന് അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നുവെന്നും അല്ലാത്ത പക്ഷം പ്രതിഷേധിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി സതീഷ് തിരുവാലത്തൂർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയിൽ നിന്നും ഉടലിൽ നിന്നും തെറിച്ച രക്തത്തിൽ ചവിട്ടി ഒരു സർക്കാർ അധികാരത്തിൽ വരികയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ നടത്തിയ സമാനതകളില്ലാത്ത സമരത്തിൻ്റെ രക്തത്തിൽ ചവിട്ടി അതിൻ്റെ ആവേശം പിൻപറ്റി ഒരു സർക്കാർ വരികയാണ്. അങ്ങനെ ഒരു സർക്കാർ വന്നിട്ട് 15 ദിവസത്തിനകം ഒരു DYFIക്കാരന് മന്ത്രിയുടെ സ്റ്റാഫായിട്ട് ഡ്രൈവറായിട്ട് നിയമനം നൽകുന്നൊരു അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിനകത്ത് പ്രതികരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. ഷാഫി പറമ്പലിൻ്റെ ഡ്രൈവറായിരുന്നു എന്നുള്ള വെറും ആരോപണം മാത്രമാണ്. അത് ഇവർക്ക് ആര് പറഞ്ഞാലും അത് ആരോപണം മാത്രമാണ്. അതിനൊരു തെളിവോ എന്ന് സമർപ്പിക്കാൻ ഇവർക്ക് കഴിയും, ഒരു ഫോട്ടോ സമർപ്പിക്കാൻ കഴിയോ? ഇല്ല. അങ്ങനെ ഒരു തെളിവില്ല. ആരോപണം മാത്രം ഉന്നയിക്കുകയാണ്, കഴമ്പില്ലാത്ത ആരോപണം ഉന്നയിക്കുകയാണ്. MP-യുടെ ഡ്രൈവറായിരുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞങ്ങൾ എതിർക്കുന്നില്ല. അവിടെ തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നവും ഉള്ളത്. അതായത് MP-യുടെ ഡ്രൈവറായിരിക്കുമ്പോൾ അയാൾ സർക്കാരിൻ്റെ സ്റ്റാഫല്ല എന്നുള്ളതാണ്. അയാളുടെ ശമ്പളം കൊടുക്കുന്ന സർക്കാരല്ല, MP കയ്യിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത്. അതായത് MP കയ്യിൽ നിന്ന് ശമ്പളം കൊടുക്കുക, ആർക്ക് ശമ്പളം കൊടുത്ത് ജോലിക്ക് വെച്ചാൽ നമുക്ക് യൂത്ത് കോൺഗ്രസിന് പരാതിയില്ല. പക്ഷേ സർക്കാരിൻ്റെ ഭാഗമായി ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ്സുകാരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നികുതിപ്പണത്തിൽ നിന്ന് UDFൻ്റെ സർക്കാർ ഒരാൾക്ക് ശമ്പളം കൊടുത്ത ആളെ വെക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടും, അതിനെതിരെ പ്രതിഷേധിക്കും, പ്രതികരിക്കുകയും ചെയ്യും. മന്ത്രിയുടെ സ്റ്റാഫായി ഓട് പൊളിച്ചിറങ്ങി വരുന്നത് ശരിയായിട്ടുള്ള രീതി. അതായത് പ്രതിഷേധം, ഈ നടപടികൾ തിരുത്താൻ പാർട്ടി നേതൃത്വത്തിനോട് പരാതി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പരാതിയുമായി മുന്നോട്ട് പോകും. മന്ത്രിമാരത് തിരുത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ മന്ത്രിമാർ കേരളത്തിലുടനീളം എത്രത്തിലുള്ള ആക്ഷേപങ്ങൾ വരികയാണ്. പക്ഷേ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസിന് ഒരു മന്ത്രിയേ ഉള്ളൂ. അതുകൊണ്ട് ആ വിഷയത്തിൽ അങ്ങനെ ഒരു പരിപാടി വരുമ്പോൾ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന് പ്രതികരിക്കേണ്ടതായിട്ട് വരും. അത് ഉടൻ തിരുത്താൻ യൂത്ത് കോൺഗ്രസിൻ്റെ മുണ്ടൂർ മണ്ഡലം കമ്മിറ്റിയായിട്ട് ആലോചിക്കണം മന്ത്രി.